എന്തൊരു തടിയടി നിനക്ക്! പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ തുറിച്ചു നോക്കുന്നത് കണ്ട് എനിക്ക് തൊലി ഉരിയുന്നു. വഹാബ് അത് പറഞ്ഞപ്പോൾ മിഴികൾ നിറഞ്ഞു വന്നു ഷാഹിനയുടെ. ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഈ കളിയാക്കൽ. വിവാഹം കഴിഞ്ഞൊരു അതിന്റെ പുതിമ മാറുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. ഷാഹിന മെല്ലെ മുമ്പ് നടന്നതെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ഒരു ഗതിയും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് വഹാബിന്റെ വിവാഹാലോചന വന്നത്. ദുബായിലാണ് ജോലി, അത്യാവശ്യം നല്ല കുടുംബം, 4 പെങ്ങന്മാർക്ക് ആകെയുള്ള ഒരു ആങ്ങള. അതുകൊണ്ട് തന്നെ വീട് അവനുള്ളതാണ് എന്നും അതിനൊത്ത് വേണം പെണ്ണിനെ പറഞ്ഞയക്കാനെന്നും ഒക്കെ അവർ പറഞ്ഞിരുന്നു. ഉപ്പയ്ക്ക് ഇതിൽ കൂടുതലൊന്നും നോക്കാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തമ്മിൽ 1 1.5 ഒക്കെ പ്രായവ്യത്യാസമുള്ള തന്റെ 3 പെൺകുട്ടികളെ ഓർത്ത് അതിൽ കൂടുതലൊന്നും ചിന്തിച്ചില്ല. അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കടം വാങ്ങി അവർ ചോദിച്ച പണവും എല്ലാം കൊടുത്തു. പോരാത്തതിനൊരു ബൈക്കും എല്ലാം കൈനീട്ടി അവർ വാങ്ങിയപ്പോൾ ഉപ്പ കരുതി കാണും തൻ്റെ മകൾക്ക് ഇവിടെ സ്വർഗമായിരിക്കുമെന്ന്. എല്ലാം വെറും തെറ്റിദ്ധാരണയായിരുന്നു. എൻ്റെ വിവാഹം കഴിക്കുമ്പോൾ വഹാബിന് നാട്ടിൽ എന്തോ ചെറിയ പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾക്ക് വിസയ്ക്കുള്ള പൈസ കൂടി വേണമെന്ന് പറഞ്ഞിട്ടാണ് വിവാഹത്തിന് കൊടുത്തതിന് പുറമെ പിന്നെയും കുറേ പൈസ ഉപ്പ എവിടുന്നൊക്കെയോ കടം വാങ്ങി കൊടുത്തത്. അങ്ങനെയാണ് അയാൾ വിവാഹം കഴിഞ്ഞ് 5-6 മാസമായപ്പോൾ ഗൾഫിലേക്ക് പോകുന്നത്. ഏതോ ഒരാൾ വഴി ഒരു വിസ ശരിയായിട്ടുണ്ട്. അതിന് പക്ഷേ പണം കൊടുക്കണം. എല്ലാവർക്കും ഭാര്യ വീട്ടിൽ നിന്നാണ് ഇതിനൊക്കെയുള്ള പണം കൊടുക്കുന്നത്. നിന്റെ ഉപ്പയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അയാൾ തന്നെയാണ്. അയാൾ ചോദിച്ച പൈസ ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോടെ മുടന്ന് ഉപ്പയെ കണ്ണീരോടെ അല്ലാതെ നോക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തിനാ ഉപ്പ ഈ ഓട്ടപ്പാച്ചിൽ? ഉപ്പയുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് ചങ്ക് പൊട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ ഈ കഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് 3 വേണ്ടിയല്ലേ? അതുകൊണ്ട് അതൊക്കെ ഉപ്പയുടെ അവകാശമാണ്. പിന്നെ ഇത് നിനക്ക് വേണ്ടിയല്ല മോളെ, നിനക്കും അവനും ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയല്ലേ എന്ന് പറയും. ഉപ്പ കഷ്ടപ്പെടുന്ന കണ്ട് ഒന്നും മറുത്ത് പറയാനാവാതെ എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കേണ്ടി വന്നൊരു ഹതഭാഗ്യമായിരുന്നു ഞാൻ. അയാളെ പോയിക്കഴിഞ്ഞാണ് മനസ്സിലായത് ഞാൻ ഗർഭിണിയായിരുന്നുവെന്ന്. വഹാബിന്റെ വീട്ടിൽ നിന്ന് വലിയൊരു സഹകരണമൊന്നും ഇല്ലായിരുന്നു. ഉമ്മയ്ക്ക് അവരുടെ പെൺമക്കൾ മാത്രമായിരുന്നു വലുത്. ഞാൻ അവിടുത്തെ പണി ചെയ്യാനും അവർക്ക് ദേഷ്യം തോന്നുമ്പോൾ വാഴ്ത്തുന്ന പറയാനുമുള്ള ഒരു ഉപകരണം മാത്രമായിരുന്നു. ഇക്കയോർത്ത് മാത്രമാണ് ഞാനവിടെ പിടിച്ചു നിന്നത്. പോകുന്നത് വരെ ഇക്കാക്ക് ഭയങ്കര സ്നേഹമായിരുന്നു. നിന്റെ ഉപ്പയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് വാ എന്ന് പറയുമെങ്കിലും അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടി അല്ലേടി എന്ന് പറഞ്ഞ് എന്നെ കുറെ സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു ആള്. എനിക്ക് നല്ലൊരു സ്ഥിതിയായി കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി നിന്റെ ഉപ്പാക്ക് തിരിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഒരാശ്വാസം. ഉപ്പയ്ക്ക് പ്രായം കൂടുകയാണ്. വയസ്സുകാലത്ത് ഇനിയൊരു താങ്ങായി ഉപ്പയ്ക്ക് ഇക്ക കാണുമല്ലോ എന്നെല്ലാം ഓർത്തുണ്ടായ സങ്കടങ്ങൾ മുഴുവൻ ഞാൻ സഹിക്കും. ഗർഭിണിയായതു മുതൽ പ്രസവം വരേക്കും എൻ്റെ വീട്ടുകാർ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഒന്ന് ആശുപത്രിയിലേക്ക് വരാൻ പോലും വഹാബിൻ്റെ വീട്ടുകാർ തയ്യാറല്ലായിരുന്നു. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. പോരാത്തതിന് അവിടെ പോയി നിന്നാൽ ഗർഭിണിയാണെന്നൊരു പരിഗണന പോലും തരാതെ എല്ലാ ജോലിയും ചെയ്യണം. അവരുടെ പെൺമക്കളോട് അവർ കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം പോലും എന്നോട് കാണിച്ചിരുന്നില്ല. എങ്കിലും വലിയ പ്രശ്നമൊന്നും ആകാതെ എല്ലാം ഞാൻ ഉള്ളിലൊതുക്കി. അധികം താമസിക്കാതെ ഒരു പൊന്നുമോൾക്ക് ഞാൻ ജന്മം നൽകി. അതിൽ പിന്നെയാണ് തൈറോയ്ഡ് പ്രശ്നം വന്നതും ഇങ്ങനെ തടിക്കാൻ തുടങ്ങിയതും. ദുബായിലേക്ക് പോയി പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് അയാൾ മടങ്ങി വന്നത്. വന്നപ്പോൾ അയാളുടെ വായിൽ നിന്ന് കേട്ടതാണ് തടി കൂടുതലാണ്, എന്നെ കാണാൻ ഇപ്പോൾ ഒരു ഭംഗിയുമില്ല ഇപ്പോൾ എന്നൊക്കെ. അയാൾക്ക് എന്നെ കാണുമ്പോൾ അയാളുടെ ഒരു വികാരങ്ങളും ഉണരുന്നില്ല എന്നൊരു രാത്രി എൻ്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. പിന്നെ ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങൾ അയാളായി ഉണ്ടാക്കി തുടങ്ങി. ഏത് ചെയ്താലും കുറ്റം. വീട്ടുകാരെ പൂർണ്ണ പിന്തുണയോടെ അയാൾക്കൊപ്പം നിന്നു. കണ്ണീരുണങ്ങാത്ത ദിനങ്ങളായിരുന്നു അവിടെ. പിന്നെ എനിക്ക് ഉപ്പയ്ക്ക് വേണ്ടി എല്ലാം സഹിച്ച് ഞാൻ അവിടെ തന്നെ പിടിച്ചു നിന്നു. എനിക്കറിയാമായിരുന്നു ഇപ്പോഴും ഞങ്ങളെ സഹായിച്ച കടങ്ങൾ ഉപ്പ കൊടുത്തു തീർത്തിട്ടില്ലെന്ന്. താഴെയുള്ളവരുടെ വിവാഹാലോചന പോലും അതിൻ്റെ പേരിലാണ് നീണ്ടുപോകുന്നത്. ഇനിയും ഒരു വിവാഹം കഴിപ്പിച്ച് അയക്കാൻ ഉപ്പ അശക്തനായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾക്കായി എല്ലാം തന്നിട്ട് ഞാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി തിരികെ ചെന്നാൽ ആ മനസ്സ് വേദനിക്കുന്ന കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം മിണ്ടാതെ നിന്നത്. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്തോറും അയാൾ എന്നോടുള്ള താല്പര്യം കുറഞ്ഞു വന്നു. ക്രമേണ കുഞ്ഞിന് പോലും അയാളൊന്നും നോക്കാതെയായി. ഇതെല്ലാം എൻ്റെ ഒരു വല്ലാത്ത സങ്കടം തീർത്തു. പിന്നീട് ശത്രുവിനെ പോലെ പെരുമാറാൻ തുടങ്ങി. എല്ലാം സഹിക്കല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. ഓരോ പെണ്ണുങ്ങളെ കാണുമ്പോൾ അവരുടെ ഉടലഴക് അയാൾ എന്നോട് പറയും. മടുപ്പോടെ ഞാനത് കേട്ടു നിൽക്കും. എന്നിട്ട് അവരുമായി എന്നെ താരതമ്യം ചെയ്യും. നിന്നെ ഒരു വസ്തുവിനും കൊള്ളില്ല എന്ന് പറയും. ഒരിക്കൽ അടുത്തുള്ള സ്ഥലം വരെ വന്ന ഉപ്പ അവിചാരിതമായി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നു. കേട്ടത് അയാളുടെ വായിൽ നിന്നും എന്നെപ്പറ്റിയുള്ള ദുഷിച്ച വർത്തമാനങ്ങളായിരുന്നു. അത് കേട്ട് നിസ്സഹായമായി നിൽക്കുന്ന എന്നെയായിരുന്നു. ഉപ്പയാകെ ഞെട്ടിപ്പോയി. കാരണം ഉപ്പയുടെ മനസ്സിൽ മരുമകൻ നല്ല ആളായിരുന്നു. ഒരിക്കലും ഞാൻ അതിനൊരു കോട്ടവും വരുത്തിയിരുന്നില്ല. പക്ഷേ എല്ലാം നേരിട്ട് കണ്ട് ഉപ്പായ്ക്കെല്ലാം മനസ്സിലായി. എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി ഉപ്പ. എപ്പോഴും ഉപ്പായ്ക്കൊരു ഭാരമാകും ഞാനെന്ന പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പയുടെ കൂടെ പോകാൻ വിസമ്മതിച്ചിരുന്നു ഞാൻ കൂടെ വന്നാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച് ഉപ്പ പറഞ്ഞു, നിന്നെ വിവാഹം കഴിച്ച് അയച്ചത് ഒരിക്കലും ഉപ്പയുടെ ഭാരം ഒഴിവാക്കാൻ വേണ്ടി ആയിരുന്നില്ല എന്ന്. എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് എന്ന് വിചാരിച്ച് ഉപ്പയുടെ മകളല്ലാതെ ആകുന്നില്ല എന്ന് കൂടി പറഞ്ഞപ്പോൾ മിഴികൾ നിറഞ്ഞു വന്നു. ഇത്രയും ആട്ടതുപ്പൊന്നും കേട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഉപ്പയുണ്ട്. ഉപ്പാക്ക് ജീവനുള്ള കാലത്തോളം ഉപ്പ ഞങ്ങളെ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് കൂടുമ്പോൾ എൻ്റെ ശിരസ് അഭിമാനം കൊണ്ട് ഉയർന്നു തന്നെ ഇരുന്നിരുന്നു. കുറേ കാലങ്ങൾ അയാൾക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന എൻ്റെ അതേ ശിരസ്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്